ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിൽ ഇനി വരാൻ പോകുന്നത് താലിബാൻ മോഡൽ ഭരണമാണ്. അതിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ പ്രമുഖ ബാങ്കായ ബംഗ്ലാ ബാങ്ക്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പുതിയ വസ്ത്രധാരണ രീതി പുറപ്പെടുവിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മറ്റൊരു ഓർഡിനൻസിലൂടെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന സർക്കാർ ജീവനക്കാരെ ഒരു നോട്ടീസും കൂടാതെ നടപടിയെടുക്കാനും സർവീസിൽ നിന്നും പിരിച്ചുവിടാനുമുള്ള തീരുമാനങ്ങളും നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശിലെ യൂനുസ് സർക്കാർ. ഒരു ജീവനക്കാരനെതിരെ എടുത്ത നടപടിക്ക് നേരെ അപ്പീൽ നൽകാൻ പോലും ഇനി നിയമത്തിൽ വ്യവസ്ഥയില്ലെന്നതാണ് സമാധാനകാംക്ഷി എന്നൊക്കെ ലോകം വിളിക്കുന്ന മുഹമ്മദ് യൂനുസ് സർക്കാരിന്റെ ഏറ്റവും വലിയ മേന്മ. ബംഗ്ലയുമായുള്ള വ്യാപാര ചെക്ക് പോസ്റ്റുകൾ നേരത്തെ തന്നെ ഇന്ത്യ മരവിപ്പിച്ചു. ഒരു ഉപരോധത്തിന്റെ പാതയിലാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ. ബംഗ്ലാ സർക്കാരിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇന്ത്യയും നിലപാട് ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത്. കര കടൽ മാർഗമുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിനും ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ബംഗ്ലാദേശിൽ പ്രത്യേക കാരണമൊന്നുമില്ലാതെ കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് ഒരു പ്രക്ഷോഭം നടന്നതെന്നും അവരെ സ്ഥാനഭ്രഷ്ടയാക്കി മുഹമ്മദ് യൂനുസ് എന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ മുഖ്യ ഉപദേഷ്ടാവാക്കി ഇടക്കാല സർക്കാർ രൂപീകരിച്ചതെന്നും ഇപ്പോൾ വ്യക്തമാകുന്നു. ബംഗ്ലാദേശിലെ ചിലർ കൊതിക്കുന്നത് സമാധാനത്തിന്റെ പാതയിൽ പോകാനല്ല, താലിബാൻ കാലഘട്ടത്തിലൂടെ കടന്നു പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ താലിബാന്റെ കടുത്ത ആരാധകരെ മാറിയിരിക്കുന്നു. അത്രമാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം പാകിസ്ഥാന്റെ പിന്തുണയോടെ ബംഗ്ലാദേശിൽ നടപ്പാക്കുന്ന ഇപ്പോഴത്തെ ചില പുത്തൻ പരിഷ്കാരങ്ങൾ അത് പാകിസ്ഥാനിൽ പോലും നിലവില്ലാത്തതാണ്. പാകിസ്ഥാനേക്കാളും അപ്പുറം ഒരു പടി കൂടി മുന്നിൽ ചാടിക്കടന്ന് കടുത്ത താലിബാനിസത്തിലേക്ക് പോകുകയാണ് ബംഗ്ലാദേശ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി കസേര പിടിച്ചെടുത്തതോടെ ബംഗ്ലാദേശ് ഇപ്പോൾ താലിബാനായി മാറുകയാണ്. അതിന്റെ സൂചനകളായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ കയറി അവരുടെ വസ്ത്രങ്ങളടക്കം എടുത്ത് നശിപ്പിക്കുകയും മോഷ്ടിച്ചുകൊണ്ട് പോകുകയും അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ബംഗ്ലാദേശിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതാ മുഹമ്മദ് യൂനുസിന്റെ സർക്കാർ കടുത്ത താലിബാനി ഉത്തരവുകൾ നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ധാക്ക ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം വനിതാ ജീവനക്കാർക്കായി ബംഗ്ലാദേശിലെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് ബാങ്ക് പുതിയ വസ്ത്രധാരണ രീതി നടപ്പാക്കി തുടങ്ങി. ഇതോടെ രാജ്യം ഞെട്ടി. കാരണം ഇത് ബംഗ്ലാദേശ് ബാങ്കിൽ മാത്രം ഒതുങ്ങുന്ന ഉത്തരവാകില്ല ഭാവിയിൽ. വസ്ത്രം ധരിക്കാനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് ബംഗ്ലാദേശ് ബാങ്ക് നിരവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നത്തെ തലമുറയുടെ പരിഷ്കാര രീതിക്കനുസരിച്ച് ബംഗ്ലാദേശി വനിതകൾ വസ്ത്രം ധരിക്കേണ്ട എന്നാണ് കടുത്ത തീരുമാനം. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സ്ത്രീകൾ ഹാഫ് സ്ലീവ്, ഷോർട്ട് വസ്ത്രങ്ങൾ, ലെഗിങ്സ് എന്നിവ ധരിക്കരുത്. സ്ത്രീകൾ സാരി, സൽവാർ കമ്മീസ്, ദുപ്പട്ട അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ പ്ലെയിൻ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ. വസ്ത്രങ്ങളുടെ നിറം പ്രൊഫഷണലും നിഷ്പക്ഷമായിരിക്കണം. അതായത് നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിനി ബംഗ്ലാദേശിൽ സ്ത്രീകളെ കാണാൻ പാടില്ല. ഔപചാരികമായ സാൻഡലുകളോ ഷൂസോ ലളിതമായ ഹിജാബോ സ്കാർഫോ അനുവദനീയമാണ്. പിന്നെ ലൈംഗിക പീഡന പരാതികൾ 30 ദിവസത്തിനകം ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന ഒരു നല്ല കാര്യമെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന്റെ മറവിൽ ഈ വിവാദങ്ങൾക്കിടയിൽ ബുധനാഴ്ച രാത്രി പാസാക്കിയ ഒരു ഓർഡിനൻസ് ആണ് ബംഗ്ലാദേശി പൗരന്മാരെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന ജീവനക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഓർഡിനൻസ്. ഈ ഭേദഗതി ഓർഡിനൻസിൽ അനുസരണക്കേട് എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് പൊതു കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന മോശം പെരുമാറ്റം എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു സർക്കാർ ഉത്തരവ് ലംഘിക്കുകയോ അത് നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അവരെ സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയോ താഴ്ന്ന റാങ്കിലേക്ക് തരം താഴ്ത്തുകയോ ചെയ്യാമെന്ന് നിയമം പറയുന്നു. മാത്രമല്ല ഒരു ജീവനക്കാരനെതിരെ ഇത്തരത്തിലെടുക്കുന്ന നടപടിക്കെതിരെ അപ്പീൽ പോകാനുള്ള ഒരു വ്യവസ്ഥയും ആ നിയമത്തിലില്ല. കടുത്ത താലിബാൻ നിയമങ്ങൾ. പിന്നെ ജീവനക്കാർ സോഷ്യൽ മീഡിയയിലെ ഓഫീസ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഈ നിർദ്ദേശങ്ങൾ നിരീക്ഷിക്കാൻ ഓരോ ഓഫീസിലും വകുപ്പിലും പ്രൊജക്റ്റിലുമൊക്കെ പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഏതെങ്കിലും ഒരു ലംഘനം വകുപ്പ് മേധാവിയെ അറിയിച്ചാൽ ആ മേധാവിക്ക് ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ സർക്കാരിന്റെ പോലും അനുമതിയില്ലാതെ നടപടിയെടുക്കാം. അങ്ങനെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ വസ്ത്രധാരണത്തിലധികം കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് യൂനുസ് സർക്കാർ അതിന്റെ തനി സ്വഭാവം കാണിയിരിക്കുകയാണ്. സ്ത്രീകൾ ഇനി ബംഗ്ലാദേശിൽ നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ പോലും ധരിക്കാൻ പാടില്ല എന്ന കടുത്ത താലിബാൻ തീരുമാനമാണ് ഇപ്പോൾ അവർ നടപ്പാക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിൽ
ഇന്ത്യയിലെ സാധാരണ മനുഷ്യനോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച